കറുത്ത മുത്ത് ഭാഗം 14. ഉളൂ ചെയ്തു വന്നപ്പോഴാണ് ഫോൺ റിങ് ചെയ്ത് കേട്ടത്. നോക്കുമ്പോ അവന്റെ നമ്പറായിരുന്നു. ഹലോ ഹലോ ആയിഷ, എന്ത് തീരുമാനിച്ചു നീ? എവിടെയാ ഞാൻ വരേണ്ടത്? പറ. എന്റെ മിന്നുവിന് വേണ്ടി എവിടെ വേണമെങ്കിലും ഞാൻ വരാം. നിന്റെ കൂടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്റെ മുന്നിൽ തന്നെ ഫോട്ടോസ് മുഴുവൻ ഡിലീറ്റ് ചെയ്യണം. ഉറപ്പാണ് ഐഷു, ഞാൻ ഫോൺ നിന്റെ കയ്യിൽ തരും. നീ തന്നെ നിന്റെ കൈ കൊണ്ട് ഡിലീറ്റ് ചെയ്തോളൂ. ഓക്കെ? ആ ശരി. എവിടെ ഞാൻ വരേണ്ടത്? ഒരു കാര്യം പറയാം, ആൾതാമസമില്ലാത്ത സ്ഥലത്ത് ഞാൻ വരില്ല. ആ പേടിയാണല്ലേ? എന്നെ പേടിക്കണ്ട. ആളും ബഹളവും ഒക്കെ ഉള്ള ടൗണിൽ വന്നോളൂ. എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നിന്റെ കൂടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കാൻ. എപ്പോഴാണ് വരേണ്ടത്? ഞാൻ 2 ദിവസം കഴിഞ്ഞാല് ഞാൻ ഇക്കാട് വീട്ടിൽ പോകും. ഓ, ആയിഷക്കുട്ടിക്ക് തിരക്കായോ എന്നെ കാണാൻ? ഛേ, നിന്നെ കാണാൻ വേണ്ടിയല്ല, ഇക്കയുടെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് നിന്റെ ഫോണിൽ നിന്ന് ആ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തിട്ട് എനിക്ക് സമാധാനത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ശരി, ആയിക്കോട്ടെ. നീ തന്നെ പറയൂ, എപ്പോഴാ വരാൻ കഴിയുക? മറ്റന്നാള് ഞായറാഴ്ച വരാൻ കഴിയില്ല, ഒരു കല്യാണം ഉണ്ട്. തിങ്കള് ഇക്ക കൂട്ടാൻ വരും. അതിനു മുമ്പ് രാവിലെ വരാം. ആ ഓക്കെ. സമയം സ്ഥലം ഒക്കെ മറ്റന്നാൾ രാത്രി വിളിച്ചു പറയാം. ശരി. ഫോൺ വെച്ചപ്പോൾ ആശുവിന് ഉറക്കാൻ തുടങ്ങി. റബ്ബേ, എന്ത് വിശ്വാസത്തിലാണ് ഞാൻ വരാമെന്ന് പറഞ്ഞത്? അതും ഒരാളോട് പോലും പറയാതെ. പക്ഷേ പോയില്ലെങ്കിൽ എന്റെ മിന്നുന്റെ ഭാവി ഇല്ല. പോവണം, ഈ ധൈര്യത്തിൽ തന്നെ പോവണം. ഇനി മനസ്സ് മാറാൻ പാടില്ല. എന്റെ മിന്നുന് വേണ്ടിയല്ലേ. അങ്ങനെ പിറ്റേ ദിവസം പുലർച്ചെ എഴുന്നേറ്റ് തേജ് നിസ്കരിച്ചു. മിന്നുണ്ട് കൂടെ. ഐഷു, എന്താ മിന്നു, നീ എത്ര കാലായി ഈ സമയത്ത് എഴുന്നേറ്റ് തേജ് നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് ശരിക്കും ഓർമ്മയില്ല മിന്നു. ചെറുതായിരുന്ന സമയത്ത് എപ്പോഴോ ഒരു ദിവസം ഉറക്കെ തെളിഞ്ഞപ്പോ ഈ റൂമിൽ വെളിച്ചം കണ്ടു. വന്ന് നോക്കിയപ്പോ നമ്മുടെ ഉപ്പൂപ്പ നിസ്കരിക്കായിരുന്നു. ഉപ്പൂപ്പയോട് ചോദിച്ചപ്പോ തേജ് നിസ്കാരത്തിന്റെ മഹത്വം എല്ലാം പറഞ്ഞു തന്നു. അന്ന് ഉപ്പൂപ്പാന്റെ കൂടെ തുടങ്ങിയതാ, ഇന്നും തുടരുന്നു. അൽഹംദുലില്ലാ. എന്തേ മിന്നു, എന്ത് പറ്റി മോളെ? എനിക്കതിനൊന്നും ഭാഗ്യം ഉണ്ടായില്ലല്ലോ. ഐഷു, നീ ശരിക്കും ഉപ്പൂപ്പാന്റെ കൂടെ തന്നെ ആയിരുന്നില്ലേ? എത്ര തവണ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്നോട് സംസാരിക്കാൻ. പക്ഷേ ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറും. ഒരു ദിവസം എന്നോട് പറഞ്ഞു, മോളെ, ഐഷമോള് പാവാണ്, മോൾ അവളോട് സംസാരിക്കണം, ഓൾക്ക് നീ മിണ്ടാഞ്ഞിട്ട് ഒരുപാട് സങ്കടമുണ്ട് എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അവളോട് മിണ്ടാൻ ഇഷ്ടമില്ല, അവളെ കാണുന്നെ എനിക്കിഷ്ടല്ല എന്ന് പറഞ്ഞു. മിന്നു, നീ അതൊക്കെ ഓർത്തിട്ട് ടെൻഷൻ ആവണ്ട. അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ, അതിഞ്ഞിട്ട് ഓർക്കുകയും വേണ്ട. ഇപ്പൊ എനിക്ക് എന്നെ മിന്നുവിനെ സ്നേഹം കിട്ടുന്നുണ്ടല്ലോ, അത് മതി. ഐഷു, എന്തോ അറിയില്ല, എന്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷന്. എന്റെ പ്രിയപ്പെട്ട ആർക്കോ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നല്. ഇത് കേട്ടപ്പോൾ ഐഷു ഞെട്ടിപ്പോയി. പക്ഷെ പുറത്ത് കാണിച്ചില്ല. പോടി, ആർക്ക് എന്ത് സംഭവിക്കാന്? നീ വെറുതെ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. നീ രാവിലെ വേഗം റെഡിയാവും, നമുക്ക് നാജിയുടെ വീട്ടിൽ പോണം. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. ഐഷു അതും പറഞ്ഞ് റൂമിലേക്ക് പോയി. മിന്നു പറഞ്ഞ കാര്യം ഓർത്ത് അവള് നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നി. എന്തായിരിക്കും മിന്നുവിനെ അങ്ങനെ തോന്നാൻ കാരണം? എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന്. ഞാൻ അവനോട് വരാമെന്ന് പറഞ്ഞത് തെറ്റായി പോയോ? ഒരാളുടെ ഭാര്യയായ ഞാന് ഭർത്താവിന്റെ സമ്മതം പോലും ചോദിക്കാതെ വേറൊരുത്തന്റെ കൂടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കാൻ പോകുന്നു. അല്ലാ, എന്നോട് പൊറുക്കണേ. അല്ലെങ്കിൽ വരില്ലെന്ന് വിളിച്ചു പറഞ്ഞാലോ? അപ്പൊ എന്റെ മിന്നുവിന്റെ ഫോട്ടോസ് ഇല്ല. പോവണം. എന്നിട്ട് അനുക്കായുടെ അടുത്ത് പോയാല് എത്രയും വേഗം സത്യം തുറന്ന് പറയണം. ഒന്നും ഒളിച്ചു വെക്കാതെ എല്ലാം തുറന്ന് പറയണം. എന്നിട്ട് പൊരുത്തപ്പെടാൻ പറയണം. യാ അല്ലാ, അതിനു മുമ്പ് എനിക്കൊന്നും സംഭവിക്കരുത്. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ നീ എന്നെ മരിപ്പിക്കല്ലേ. അങ്ങനെ ഐഷു മിന്നുവും വേഗം നാജിയുടെ വീട്ടിൽ പോകാൻ ഇറങ്ങി. മൈലാഞ്ചി കല്യാണം നല്ല ഭംഗിയായി നടന്നു. ഐഷുവിന്റെ ചിരിക്കുന്ന മുഖമാണെങ്കിലും അവളുടെ ഉള്ളു കരയുന്നത് നാജിക്ക് മനസ്സിലായി.
എന്തായിരിക്കും ഐശുവിന് പറ്റിയത്? എന്നോട് പറയാത്തൊരു സങ്കടവും അവൾക്കില്ലല്ലോ. എന്റെ കല്യാണം ആയോണ്ട് ഞാൻ ടെൻഷൻ ആവണ്ട എന്ന് കരുതിയിട്ടാവുമോ പറയാത്തത്? റബ്ബേ, ഒരുപാട് സങ്കടപ്പെട്ടതാ എന്റെ ഐശു. ഇനി എന്റെ ഐശുവിനെ സങ്കടപ്പെടുത്തല്ലേ. ആഹാ, കല്യാണപ്പെണ്ണ് എവിടെ ഇരുന്ന് സ്വപ്നം കാണുകയാണോ? ഐശു ചിരിച്ചു. പോടി, ഞാൻ സ്വപ്നം കാണുകയൊന്നുമല്ല. എന്താ നാജി നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? നീ കരയുകയാണോ നാജി? എന്താ പറ്റിയ മോളെ? ഒന്നുമില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ വേദനിക്കുമ്പോ ആ വേദന അവർ പറഞ്ഞില്ലെങ്കിലും അറിയാതെ നമ്മുടെ മനസ്സും വേദനിക്കും. നാജി, നീ എന്തൊക്കെയാ പറയുന്നേ? ഐശു വേദന മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല. 1ാം ക്ലാസ്സിലെ ബെഞ്ചിലിരിക്കുമ്പോൾ മറ്റു കുട്ടികള് കറുത്ത മുത്തേ എന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ ഒരു ആശ്വാസത്തിന് എന്റെ മുഖത്ത് നോക്കിയതാ. അന്നു മുതല് പരസ്പരം സന്തോഷവും സങ്കടവും പങ്കുവെക്കാൻ തുടങ്ങിയതാ ഐഷയും നാജിയും. ഒരു രഹസ്യമില്ല അവരുടെ ജീവിതത്തില്, ഇല്ലെന്നാ എന്റെ വിശ്വാസം. പക്ഷേ ഇന്ന് എന്ത് പറ്റി എന്റെ ഐശുവിന്? പറ, എന്ത് പറ്റി? ആരെന്റെ ഐശുവിനെ വേദനിപ്പിക്കുന്നത്? എന്ത് പ്രശ്നമാണ് എന്റെ ഐശുവിനെ അലട്ടുന്നത്? നാജി. ഐശു നാജിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്താ ഐശു, എന്താ നിനക്ക് പറ്റിയേ? നീ പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും നിന്റെ ഉള്ളിലെ വേദന. പറയും മോളെ പ്ലീസ്. ഞാന് നാളെ മുതൽ വേറൊരു വീട്ടിലാ. എനിക്ക് നിന്നെ വിളിക്കാൻ കഴിയുമെന്നോ ചോദിക്കാൻ പറ്റുമെന്നോ അറിയില്ല. അതുകൊണ്ട് എന്റെ ഐശു പറ, നീ എന്തിനെങ്ങനെ ഉരുകിത്തീരുന്നത്? പെട്ടെന്നാണ് അങ്ങോട്ട് മിന്നു വന്നത്. ആഹാ, രണ്ടുപേരും ഇവിടെ കെട്ടിപ്പിടിച്ച് കരച്ചിലാണോ? ഓ, വിട്ടുപിരിയുന്നതിന്റെ ആയിരിക്കും. വൈകി കിട്ടിയതാണെങ്കിലും എനിക്കും നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എന്റെ ജീവനാ. ഇത്രയും നാൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിയ എന്നോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു. ഇപ്പോ എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് എന്റെ മനസ്സിന് വല്ലാത്തൊരു ടെൻഷന്. നിങ്ങളുടെ കൂടെ കൂടിയിട്ട് ഞാനും ഒന്ന് കരഞ്ഞോട്ടെ. അങ്ങനെ 3 പേരും കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു. കൈയൊന്നും മുറിഞ്ഞാല് ശരീരം മൊത്തം വേദനിക്കുന്നത് പോലെ ഒരാളുടെ മനസ്സ് വേദനിക്കുമ്പോൾ എന്തിനാണെന്ന് പോലും അറിയാതെ മറ്റു 2 പേരുടെയും ഹൃദയം വേദനിക്കുന്നു. അല്ലാ, ഞങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നേ? നാജിമോളെ, നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇത്? എന്നിട്ട് ഞാനും കൂടി ഇതിന് കൂട്ടുനിന്നല്ലോ. നാജി, മിന്നു, 2 പേര് കണ്ണു തുടക്ക്. ആരെങ്കിലും കണ്ടാലും മോശം. നാജി, ഇനി നമ്മൾ പോട്ടെ മോളെ. ഇൻഷാ അല്ലാ നാളെ രാവിലെ വരാം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഐശു, ഇന്നും കൂടി അല്ലേ നമ്മൾ ഇതുപോലെ ഒരുമിച്ച്? നീ പോടി, നമ്മുടെ ബന്ധം ഒരിക്കലും മുറിയില്ല. എവിടെ പോയാലും ഇടയ്ക്ക് നമുക്ക് ഒത്തുകൂടാം ഇൻഷാ അല്ലാ. പോയിട്ട് രാവിലെ വാ. ആ, ഇൻഷാ അല്ലാ. വീട്ടിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. മോളെ ഐശു, നാളെ അവര് വരുന്നുണ്ട് മിന്നുനെ പെണ്ണ് കാണാന്. റസാനും ഉമ്മയും ഉപ്പയും. ആണോ? അൽഹംദുലില്ലാ. മിന്നുമോളെ, രാവിലെ വേഗം എണീറ്റ് മൊഞ്ചത്തിയായിരുന്നോ? അയ്യട ഐശു, നാളെ എങ്ങനെയാ ശരിയാവുക? കല്യാണമല്ലേ? അതൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു. പക്ഷേ അവർക്ക് നാളെ തന്നെ വരണമെന്ന്, 10 മണിക്ക് വരാമെന്ന് പറഞ്ഞു. എങ്കില് വേഗം പോയി ഉറങ്ങിക്കോ. കുട്ടി ഉറക്കഴിഞ്ഞ് ക്ഷീണിക്കണ്ട. നീ പോടി ഐശു. ഐശു. മിന്നു നാണത്തോടെ റൂമിലേക്ക് ഓടി. ഐശുവിന്റെ റൂമിലേക്ക് പോയി. സമയം കഴിയുന്തോറും ഐശുവിന്റെ നെഞ്ചെടുപ്പ് കൂടി വരുന്നു. അല്ലാ, നാളെയും കൂടി കഴിഞ്ഞാല് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസമാണ് നാളെ. നാജിന്റെ കല്യാണം. മിന്നുന്റെ പെണ്ണ് കാണാൻ വരുന്നു. പക്ഷേ എനിക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ കഴിയുന്നില്ലല്ലോ. ഐശു അനുവിനെ വിളിച്ചു. മിന്നുനെ കാണാൻ വരുന്ന കാര്യമൊക്കെ പറഞ്ഞു. ആ, ഇനി മിന്നുന്റെ കല്യാണമുണ്ട്, അത് കഴിഞ്ഞ് വരാൻ എങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ, ഈ അനുവിന്റെ സ്വഭാവം നീ അറിയും. പറഞ്ഞില്ലെന്നേ വേണ്ട. ഐശു ചിരിച്ചോണ്ട് പറഞ്ഞു. ഇല്ല അനുക്ക, ഞാൻ മറ്റന്നാൾ വരും ഇൻഷാ അല്ലാ. എങ്കിലും മോൾ ഉറങ്ങിക്കോ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അങ്ങനെ പിറ്റേന്ന് രാവിലെ 10 മണിയാവുമ്പോഴേക്കും മിന്നു മൊഞ്ചത്തിയായി. ഐശു മൊഞ്ചത്തിയാക്കി. അവർ വന്നു. ഐശു എല്ലാവരോടും ചിരിച്ചു സംസാരിച്ചു. റസാന മൈൻഡാക്കിയില്ല. എന്താടി നിന്റെ മുഖം ഇങ്ങനെ കടന്നൽ കുത്തിയ പോലെ? ഓ, നമുക്കൊന്നുമില്ലേ. കാര്യം നടക്കുന്നത് വരെ എന്തൊരു വിളിയായിരുന്നു. ഇപ്പൊ കാര്യം കഴിഞ്ഞപ്പോൾ നമ്മളെ വേണ്ട. ഇന്ന് വരുന്നത് നീ എന്നോട് പറഞ്ഞോ?
അത് പിന്നെ നീ കല്യാണ വീട്ടിലായോണ്ടല്ലേ ഐഷു. ആ, ഇനി അതൊന്നും പറയണ്ട. റൂമിൽ ഒരാൾ കാത്തിരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ല്. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. വരൂ, സുബൈർ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. റസാന്റെ ഉമ്മയും ഉപ്പയും മിന്നുവിനോട് പേരൊക്കെ ചോദിച്ചു പുറത്തിറങ്ങി. മിന്നോ, നിന്റെ പേടിയൊക്കെ പോയോ? ഞാനും നിന്നെ ചതിക്കുമോ എന്നുള്ള. എല്ലാവരും ഒരുപോലെ ആവില്ല മിന്നോ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് എത്ര പേരുണ്ട് നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നു. എനിക്ക് എന്തോ പേടിയായിരുന്നു. ആ, പേടി വേണ്ട, ഇനി ഞാൻ നിന്നെ നോക്കും പൊന്നുപോലെ, പോരെ? മിന്നുവിന്റെ മുഖത്ത് നാണം വന്നു. എന്നാ ഇറങ്ങട്ടെ. ഇനിയും സംസാരിച്ചാല് ആ കാന്താരി ഒന്നും ഒച്ചപ്പാടുണ്ടാക്കി മനുഷ്യനെ നാറ്റിച്ചു കളയും. ആ, ശരിയാ. എന്താ, ഇഷ്ടായോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും? ചെക്കന്റെ മുഖം കാണുമ്പോൾ ഇഷ്ടപ്പെടാതെ പോലുണ്ടല്ലോ. നീ പോടി ഐഷുമ്മ. ആ, ഇനി പോവാനൊക്കെ പറയും. കാര്യം കഴിഞ്ഞല്ലോ. ആ, കഴിഞ്ഞോ. ഇനി ആർക്ക് വേണം നിന്നെ? വേഗം പോയിക്കോ കെട്ടിയോന്റെ വീട്ടില്. അങ്ങനെ കുറെ ചിരിയും സംസാരമൊക്കെ കഴിഞ്ഞു. അവർ പോയി. മിന്നുവിന്റെ മുഖത്ത് പതിവിനേക്കാളും സന്തോഷം. അൽഹംദുലില്ലാ. ഐഷുവിന് അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷായി. ഐഷു അനുവിനെ വിളിച്ചു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഐഷു, ഇക്ക നിങ്ങൾ എപ്പോഴാ വരിക? കുറച്ച് കഴിഞ്ഞാല് എവിടെ നിന്ന് ഇറങ്ങും ഇൻഷാ അല്ലാ. ഞാൻ അങ്ങോട്ട് പോട്ടെക്ക. നിങ്ങൾ എത്താനാവുമ്പോൾ വിളിക്കുവോ? ആ, ശരി, ഇൻഷാ അല്ലാ. ഐഷു, അവർ വന്നിരുന്നോ മിന്നുവിനെ കാണാന്? ആ, അത് പറയാൻ മറന്നു. വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാ. എന്നാ ശരി ഐഷു, വന്നിട്ട് കാണാം ഇൻഷാ അല്ലാ. അങ്ങനെ ഐഷു മിന്നു നാജിയുടെ വീട്ടിലേക്ക് പോയി. ഐഷു എല്ലാം മറന്നു സന്തോഷത്തോടെ നിന്നു. എന്റെ നാജിക്ക് വേണ്ടി ഇന്ന് എല്ലാ ദുഃഖവും മറക്കണം. അൽഹംദുലില്ലാ. നാജിക്ക് ഇന്ന് ഐഷുവിനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷായി. ഇന്ന് അവളുടെ മുഖത്ത് സങ്കടമില്ല. അവൾ നല്ല ഹാപ്പിയാണ്. ഐഷുവും മിന്നുവും നാജിയുടെ കൂടെ നിന്നു. ഐഷുവിന്റെ ഫോണിലേക്ക് അനു വിളിച്ചു വഴി ചോദിക്കാന്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ അവിടെ എത്തി. ഐഷുവിന്റെ വീട്ടുകാരും എല്ലാവരും വന്നു. എല്ലാവരും ചിരിയും കളിയുമായി കല്യാണം അടിച്ചു പൊളിയാക്കി. ഐഷു, നമുക്ക് അസർ നിസ്കരിക്കാം. വാ, ബാങ്ക് കൊടുത്തല്ലോ. വാ നാജി, വേഗം വാ. മേലെ നിസ്കാര ഹാളിൽ പോയി എല്ലാവരും നിസ്കരിച്ചു. നിക്കാഹിന് പോണ്ടവർ പള്ളിയിലേക്ക് പോയി. അസർ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ വെച്ചാണ് നിക്കാഹ്. നാജി നിസ്കരിച്ചു, റബ്ബിനോട് ദുആ ചെയ്തു. ഇപ്പൊ നിക്കാഹ് നടക്കുന്ന സമയാണ്. യാ അല്ലാ, എന്റെ ജീവന്റെ പാതി ആവാന്, എന്റെ കഴുത്തിൽ മഹർ അണിയിക്കാന് ഒരാള് വരികയാണ്. ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ഞങ്ങളുടെ ജീവിതം സന്തോഷത്തിലാക്കി തരണേ നാദാ. 5 മണി ആയപ്പോൾ പുതിയാപ്പിളയും വീട്ടുകാരെ എത്തി. ഹാഷിം, നാജിക്ക് ചേർന്ന ആള്. ഹാഷിം നാജിയുടെ കഴുത്തിൽ മഹർ അണിയിച്ചു. അനു ഐഷുവിന്റെ ഫോണിൽ വിളിച്ചു. ഐഷു, ഞാനും ഉമ്മയും പോട്ടെ, സമയം ഒരുപാടായില്ലേ? ശരി ഇക്ക, ഞാൻ ഉമ്മാനെയും കൂട്ടി പുറത്തു വരാം. എടീ ഐഷു, നാളെ ഞാൻ വരുമ്പോഴേക്കും റെഡിയായി നിന്നോളാം കേട്ടോ. ആ, കേട്ടു കേട്ടു മാഷേ. മാഷ് നിന്റെ. ഐഷു പൊട്ടിച്ചിരിച്ചു. ഉള്ളിലേക്ക് പോയിക്കോ, ഒറ്റക്ക് പുറത്ത് നിൽക്കണ്ട. നാളെ കാണാം ഇൻഷാ അല്ലാ. അങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ അനുക്ക നാളത്തെ കാര്യം പറഞ്ഞത് ഓർത്തപ്പോൾ നെഞ്ചെടുപ്പ് കൂടി. ഇല്ല, വേണ്ട, നാജി ഇറങ്ങുന്നത് വരെ അതിനെപ്പറ്റി ചിന്തിക്കരുത്. നാജിയെ വേഗം അണിയിച്ചൊരുക്കി അവർ പോകാനിറങ്ങി. നാജി എല്ലാവരോടും യാത്ര ചോദിച്ചു. ഐഷുവിനെ മാത്രം കണ്ടില്ല. അവളെവിടെ? അവളുടെ കണ്ണുകൾ ഐഷുവിനെ പരതി. മിന്നു, ഐഷു എവിടെ? ആ, ഞാൻ അവളെ തന്നെയാ നോക്കുന്നേ, കാണുന്നില്ലല്ലോ. മോളെ, മഗ്‌രിബ് ആവുമ്പോഴേക്കും അവിടെ എത്തണം, വേഗം ഇറങ്ങാം. ഹാഷിമിന്റെ പെങ്ങള് ഹംന പറഞ്ഞു. നാജിക്ക് കരച്ചിൽ വന്നു. മിന്നു, നീ അവളുടെ ഫോണിൽ വിളിച്ചു നോക്ക്. ഹലോ ഐഷു, നീ ഇത് എവിടെയാ? നാജി പോകാനിറങ്ങി, നിന്നെ അന്വേഷിക്കുന്നു. മിന്നു, അവളോട് ഇറങ്ങിക്കോന്ന് പറ, ഞാനിവിടെ കുറച്ച് പണിയില്ല. ഐഷു. ഐഷുവിന്റെ വിളി കേട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ നാജിയുടെ ഉമ്മ. എനിക്കറിയാം നീ ഇവിടെ ആയിരിക്കുമെന്ന്. വാ മോള് വാ, സന്തോഷത്തോടെ അവളെ യാത്ര അയക്ക്. വന്നവർ തിരക്ക് കൂട്ടുന്നുണ്ട്. ഐഷു അവരുടെ കൂടെ പോയി.
ഐഷുവിനെ കണ്ടതും നാജി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നീ എവിടെയാ പോയി മോളെ? നിന്നെ കാണാതെ ഞാൻ പോവില്ല. ഐഷു, നീ എന്റെ ചങ്കാണടി. നീ എന്തിനാ നാജി എന്നെ കാണുന്നേ? നീ പോ, എനിക്ക് കാണണ്ട. നീ പോകുന്നത്, നീ എന്റെയും ചങ്കാണടി. ചങ്ക് പറിച്ചുകൊണ്ട് പോകുന്നത് കാണാന് വയ്യാത്തോണ്ടാ ഞാൻ ഒളിച്ചിരുന്നേ. ഐഷു അവളെ വിട്ട് പുറത്തേക്കോടി. കണ്ടു നിന്നവരുടെ എല്ലാം കണ്ണു നിറഞ്ഞു. വാ മോളെ. വന്നവരെ നാജിയെ കാറിൽ കയറ്റി. ആശിമും കൂടെ കയറി. ഐഷുവും മിന്നുവും പോകാനിറങ്ങി. നാജിന്റെ ഉമ്മ, നമ്മൾ പോട്ടെ. പോയി വരട്ടേന്ന് പറ ഐഷുമോളു. നാജ് വരുമ്പോഴൊക്കെ മോള് ഇടക്ക് വരണം ഇവിടെ. മോള് നാജും എനിക്ക് ഒരുപോലെയാ. ഇൻഷാ അല്ലാ വരാം. അങ്ങനെ വീട്ടിലെത്തി റൂമിൽ കയറിയപ്പോൾ ഐഷുവിന്റെ നെഞ്ച് പടപട ഇടിക്കാൻ തുടങ്ങി. യാ അല്ലാ, നാളെ രാവിലെ എന്തൊക്കെയാ സംഭവിക്കും? ഇപ്പൊ അവനെ വിളിക്കണം, സമയം സ്ഥലം പറയാൻ. യാ അല്ലാ, എന്നെ കൈവിടല്ലേ. വിറക്കുന്ന കൈകളോടെ ഐഷു അവന്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ഐഷു, ഞാൻ കാത്തിരിക്കുകയായിരുന്നു മോളെ നിന്റെ വിളിക്ക് വേണ്ടി. ഞാൻ നിന്നോട് കൊഞ്ചാൻ വിളിച്ചതല്ല. എവിടെയാ വരേണ്ടത്? എത്ര മണിക്കാ വരേണ്ടത്? ആഹാ, ചൂടാവല്ല ഐഷു. സ്ഥലം ഞാൻ പറയാം, സമയം നീ പറ. ടൗണിലുള്ള പാല് ഐസ് എന്ന ഷോപ്പിൽ വന്നോ? ഇനി സമയം നീ പറ. 10 മണിക്ക് വരാം. എനിക്ക് വേഗം തിരിച്ചു വരണം. നാളെ അക്കയുടെ വീട്ടിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ 10 മണിക്ക് പാലൈസിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ. ഫോണ് വെച്ചതും ഐഷു കിടക്കയിൽ വീണ് ഒറ്റ കരച്ചില്. ഇർഷാദ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഐഷ എന്റെ കാൽക്കയിലേക്ക് വരികയാണ്. ഇനി ഈ ഇർഷാദ് കളി തുടങ്ങുകയാണ്. ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെയാണ് അവൾ വേദനിപ്പിച്ച് ഓടിയത്. അതിന് പകരം അവൾക്കല്ല, ഇവൾക്കാണ് കൊടുക്കേണ്ടത്. എങ്കിലേ അവൾക്ക് നോവൂ. ഇർഷാദ് ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു.